ജില്ലാ കളക്ടർക്കെതിരായ പരാമർശത്തിൽ ജോയിന്റ് കൌൺസിൽ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലിന് കാരണം കാണിക്കൽ നോട്ടീസ്. റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് നോട്ടീസ് നൽകിയത്. റവന്യൂ വകുപ്പിൽ തഹസിൽദാർ കൂടിയാണ് ജയചന്ദ്രൻ കല്ലിങ്കൽ. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും ജയചന്ദ്രൻ കല്ലിങ്കൽ പ്രതികരിച്ചു. സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള നോട്ടീസ് എന്നാണെന്ന് കരുതുന്നില്ല. ഇതെനിക്ക് തോന്നുന്നത് അദ്ദേഹം വല്ല പരാതി പറഞ്ഞിട്ടുണ്ടാവും കളക്ടർ. ഞാനിങ്ങനെ ഒരു പ്രതികരണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഫീൽ ചെയ്തതുകൊണ്ട് പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു കൂടിയാലോചന നടത്തി തയ്യാറാക്കിയ നോട്ടീസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സർവീസ് സംഘടനാ നേതാവെന്ന രീതിയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യം നിറവേറ്റുക മാത്രമാണ് ഞാൻ ചെയ്തത്. അതിനകത്ത് ജീവനക്കാർക്ക് വരുന്ന ഒരു പ്രശ്നത്തിന് ജനാധിപത്യപരമായി അഡ്രസ്സ് ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു കടമ നിർവഹിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് അങ്ങനെ പറയേണ്ടെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഏതായാലും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അശ്വിൻ ഡിയാഗോ നൽകും വിവരങ്ങൾ. അശ്വിൻ, എന്തായിരുന്നു ഈ ഇദ്ദേഹത്തിന്റെ വിവാദ പരാമർശം? എന്ത് നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത്? ഈ തിരുവനന്തപുരം കളക്ടറുടെ അപക്വമായ നടപടിക്കെതിരെ അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിലാണ് തുറന്നടിച്ചത്. അദ്ദേഹം പല വിധത്തിലുള്ള വിമർശനങ്ങൾ ഈ കളക്ടർക്കെതിരെ ഉന്നയിച്ചിരുന്നു. ഈ ഉദ്യോഗസ്ഥരെ അടക്കം മണിക്കൂറുകളോളം നിർത്തുന്ന ഒരു സമീപനമാണ് കളക്ടറുടേത്. ഇതിന് പിന്നാലെയാണ് ഈ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കലിന് റവന്യൂ വകുപ്പ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. കാരണം കാണിക്കൽ നോട്ടീസാണ് നൽകിയിട്ടുള്ളത്. ഈ റവന്യൂ വകുപ്പിലെ തഹസിൽദാർ കൂടിയാണ് അദ്ദേഹം. റവന്യൂ വകുപ്പ് സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ നോട്ടീസിനോട് അദ്ദേഹം പ്രതികരിച്ചത് സർക്കാർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇത്തരത്തിൽ ഒരു നോട്ടീസ് നൽകിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ ഒരു തീരുമാനമായിരിക്കും ഈ കാരണം കാണിക്കൽ നോട്ടീസിന് പിന്നിലുള്ളത്. ഈ നോട്ടീസ് സാധാരണമായ ഒരു നടപടി മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു. ചർച്ചയിൽ പങ്കെടുത്തത് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അല്ല, മറിച്ച് സർവീസ് സംഘടനാ നേതാവ് എന്ന നിലയിലാണ് താൻ ഇത്തരത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത്. ഈ കളക്ടർ, ഈ ആരോപണ വിധേയനായ കളക്ടർ തൻ്റെ അടുത്ത സുഹൃത്താണ്. മാത്രമല്ല, കളക്ടറെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഉറച്ചു പറയുന്നു. കളക്ടർക്കെതിരെ വ്യാപക പരാതികളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ അടക്കം ഈ ഇലക്ഷൻ സമയത്ത് അടക്കം ഉദ്യോഗസ്ഥരെ മണിക്കൂറുകളോളം കാത്തു നിർത്തി ഇരിക്കാൻ പോലും പറയാതെ നിർത്തിയിരുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഈ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന ഒരു നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല, ഈ പറഞ്ഞതിൽ നിന്ന് താൻ പിന്നോട്ടില്ല, പറഞ്ഞത് കുറഞ്ഞുപോയി എന്നൊരു നിലപാടാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു നടപടിക്കെതിരെ, ഈ കളക്ടറുടെ ഈ നടപടിക്കെതിരെ നാളെ 14 ജില്ലകളിലേക്കും കളക്ടറേറ്റുകൾക്ക് മുന്നിലേക്ക് ഒരു പ്രതിഷേധ സമരം നടത്താൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ സമരത്തിന് എല്ലാ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സർവീസ് സംഘടനകളുടെയും പിന്തുണയുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ ഈ കളക്ടർ ഈ ജനറൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സർജനെ ഇത്തരത്തിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കുഴിനഖത്തിന് ചികിത്സ ആവശ്യപ്പെട്ടത്. ഈ ജനറൽ ആശുപത്രിയിൽ OPയിൽ ഈ രോഗികളുടെ തിരക്ക് ഏറ്റവും അധികം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ കളക്ടറുടെ ഈ ഒരു നടപടി ഉണ്ടായത്. മാത്രമല്ല, ഈ കളക്ടർ ഇതിനു മുൻപും ഇത്തരത്തിൽ ഈ നടപടി സ്വീകരിച്ചിരുന്നു എന്നൊരു ആക്ഷേപവുമുണ്ട്. എന്തായാലും ഈ ഒരു കുഴിനഖ ചികിത്സയുമായി ബന്ധപ്പെട്ട വിവാദം വരും ദിവസങ്ങളിലും ആളിക്കത്താനാണ് സാധ്യത. വിനിത. ശരി, അശ്വിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.